കൃപാവരങ്ങൾ ഒരു പഠനം. പാർട്ട് നമ്പർ 3. അടിസ്ഥാനപരമായ കൃപാവരങ്ങൾ ഏത് എന്നുള്ളതാണ് ഇന്ന് നാം പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അടിസ്ഥാനപരമായ കൃപാവരം അഥവാ ഫണ്ടമെന്റൽ ഗിഫ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പസ്തോലനും പ്രവാചകനും എന്നിങ്ങനെയാണ് അടിസ്ഥാന വരങ്ങളെ തിരിച്ചിരിക്കുന്നത്. അപ്പസ്തോലൻ എന്ന വാക്ക് 79 പ്രാവശ്യം തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പലോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് അപ്പസ്തോലൻ എന്ന വാക്ക് ഉണ്ടാകുന്നത്. അപ്പസ്തോലൻ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. ഈ വാക്കുണ്ടാകാനായിട്ട് ഒരു കാരണമുണ്ട്. സാധാരണ യവനന്മാർ കപ്പൽ സമൂഹത്തെ ഉപയോഗിച്ചായിരുന്നു ഈ വാക്ക് ആദ്യമേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരാളുടെ പ്രതിനിധിയായി അയക്കപ്പെട്ടവൻ എന്ന അർത്ഥമാണ് അപ്പസ്തോലൻ എന്ന വാക്കിൽ നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ യേശുവിനെ ഈ നിലയിൽ അപ്പസ്തോലൻ എന്ന് വിളിക്കുന്നത്. നാം സ്വീകരിച്ചു പറയുന്ന അപ്പസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ എന്ന് കാണുന്നു. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ അവൻ ചിലരെ അപ്പോസ്തോലന്മാരായും സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു എന്ന് കാണുന്നു. ഇവിടെയൊക്കെ കഴിഞ്ഞകാല പ്രയോഗമാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ആദ്യ നിര അപ്പസ്തോലനും പ്രവാചകനുമാണ് എന്നതാണ് നാം ചിന്തിച്ചു വന്നത്. ഇവരുടെ പ്രത്യേകതകളെക്കുറിച്ച് തിരുവെഴുത്തിൽ ധാരാളം കാണുന്നുണ്ട്. 3 പ്രത്യേകതകൾ ഈ ഭാഗത്ത് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, ഇവരെ കർത്താവ് വളരെ പ്രാർത്ഥനയോടെ തിരഞ്ഞെടുത്തതാണ് എന്ന് കാണുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ച് അവരിൽ 12 പേരെ തിരഞ്ഞെടുത്തു. അനേക ശിഷ്യന്മാരിൽ നിന്ന് 12 ശിഷ്യന്മാരെ മാത്രമായി. അങ്ങനെയെങ്കിൽ കർത്താവ് വളരെ പ്രാർത്ഥനയോടെ തിരഞ്ഞെടുത്തതാണ് 12 ശിഷ്യന്മാരെ. അധികാരത്തോടെ അയച്ചവരാണ് എന്ന് നാം കാണുന്നു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു എന്ന് കാണുന്നു. മൂന്നാമത്, പരിശുദ്ധാത്മാവാണ് ഇവരെ അയക്കുന്നത് എന്ന് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് കാണുന്നു. അപ്പസ്തോലൻ എന്ന വാക്കിന്റെ നിർവചനം അധികാരമുള്ള ഒരു വ്യക്തി തൻ്റെ പകരക്കാരനായി തൻ്റെ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുവാൻ അധികാരവും കഴിവും നൽകി നിയോഗിച്ച് അയക്കുന്നവൻ എന്നാണ് അർത്ഥമാക്കേണ്ടത്. 12 അപ്പസ്തോലന്മാരെ കൂടാതെ അപ്പസ്തോലൻ എന്ന് വിളിച്ചിരിക്കുന്ന ചിലരെ നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ യേശുവിനെ ഈ പേര് ഉപയോഗിക്കുന്നുണ്ട്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പൗലോസിനെ അപ്പസ്തോലൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവൃത്തി 14-ാം അധ്യായത്തിൽ ബർണബാസിനെയും അപ്പസ്തോലൻ എന്ന് വിളിക്കുന്നുണ്ട്. ശിൽവാനോസ്, തിമത്യോസ്, എപ്പഫ്രാദ്യോസ് തുടങ്ങിയവരെയൊക്കെ അപ്പസ്തോലൻ എന്ന് വിളിക്കുന്നതായി തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് 12 അപ്പസ്തോലന്മാരിൽ പെട്ടവരാണ് ഇവർ എന്നത് അല്ല, മറിച്ച് അയക്കപ്പെട്ടവർ എന്ന അർത്ഥത്തിലാണ്. അവസാനത്തെ അപ്പസ്തോലൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് പൗലോസ് അപ്പസ്തോലൻ തന്നെയാണ്. അത് നമുക്ക് അടുത്ത ഭാഗത്ത് ചിന്തിക്കാവുന്നതാണ്. ഗോഡ് ബ്ലസ് യു.